ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ എങ്ങനെ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മാക്സിമം സ്പേസ് കിട്ടും എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതായത് ആദ്യമേ തന്നെ വാഷ് ബേസിൻ, രണ്ടാമത് വരുന്നത് ക്ലോസറ്റിൻ്റെ ഏരിയ, മൂന്നാമത് വരുന്നത് കുളിക്കുന്ന ഏരിയ. ഇങ്ങനെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനി അതിൻ്റെ അളവുകൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം. മെയിനായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ബാത്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകളാണ് നമ്മൾ വീട് പണിയുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 240 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലുള്ള, അതായത് നീളം വരുന്ന രീതിയിലുള്ള ബാത്റൂം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ കുളിക്കുന്ന ഏരിയ ഒരു 90 സെൻറ്റിമീറ്റർ എടുത്തു, അതായത് ഡൈവേർട്ടറും അതുപോലെ തന്നെ ഷവറിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ ഒരു 90 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തു. അതിനുശേഷം പിന്നെ വരുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയയാണ്. ക്ലോസറ്റിൻ്റെ ഏരിയ അതുപോലെ തന്നെ 90 സെൻറ്റിമീറ്റർ എടുത്തു. അതിനുശേഷം വരുന്ന 60 സെൻറ്റിമീറ്റർ വരുന്നത് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ. അങ്ങനെ ടോട്ടൽ വരുന്ന സമയത്ത് 240 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ 8 അടിയാണ് വരുന്നത്, 8 ഫീറ്റാണ് വരുന്നത്. 8 ഫീറ്റിൻ്റെ ഒരു ബാത്റൂം നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കൺസീൽഡ് ഫ്ലഷ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഭിത്തിയുടെ അകത്തേക്ക് കയറ്റി കൊടുക്കരുത്. അതിൻ്റെ ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഒരു 4 ഇഞ്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ താഴത്ത് അതായത് കൺസീൽഡ് ചെയ്ത് ഫ്ലഷ് വെക്കുന്ന സമയത്ത്, അതായത് ഭിത്തിയുടെ അകത്ത് കയറ്റി വയ്ക്കുന്ന സമയത്ത് ഈ പറയുന്ന ക്ലോസറ്റിൻ്റെ 4 ഇഞ്ച് പൈപ്പ് വേണ്ടി വരും. ഈ 4 ഇഞ്ച് പൈപ്പ് നമ്മൾ കൺസീൽ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ബെൽറ്റ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വീടിൻ്റെ നല്ല സ്ട്രെങ്ത്ത് നിൽക്കുന്ന ബെൽറ്റിൻ്റെ കമ്പി ഉൾപ്പെടെ ബെൽറ്റ് കൺസീൽ ചെയ്തിട്ട് വേണം 4 ഇഞ്ച് പോകാനായിട്ട്. അപ്പോൾ ബെൽറ്റ് കട്ട് ചെയ്യേണ്ടി വരും. അതിൻ്റെ അകത്ത് വരുന്ന കമ്പികളും എല്ലാം സ്റ്റീലും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് പോകേണ്ടി വരും. ഇതൊന്നും നമ്മൾ കാണില്ല, കാരണം ഇതെല്ലാം പ്ലാസ്റ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അറിയില്ല. അപ്പോൾ അതെല്ലാം സ്ട്രെങ്ത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതുപോലെ ഒരു 4 ഇഞ്ച് കൺസീൽ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, കമ്പി കട്ട് ചെയ്യുകയോ ബെൽറ്റ് കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട കാര്യം പോലും വരുന്നില്ല. ഒരു 4 ഇഞ്ച് പ്രൊജക്ഷൻ മാത്രം ചെയ്താൽ മതി. സേഫ്റ്റി ഹൈ ആയിരിക്കും. പിന്നെ അപ്പോൾ അതിൻ്റെ അടുത്ത സെക്ഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 20 ഇഞ്ച് വരുന്ന രീതിയിലുള്ളൊരു വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 60 സെൻറ്റിമീറ്റർ നീളമാടത്തിലുള്ള ഗ്യാപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് 60 സെൻറ്റിമീറ്റർ വന്നു. പിന്നെ കുളിക്കുന്ന ഏരിയ നമ്മൾ പറഞ്ഞ 90 സെൻറ്റിമീറ്റർ, ക്ലോസറ്റിൻ്റെ ഏരിയ 90 സെൻറ്റിമീറ്റർ. അങ്ങനെ ടോട്ടൽ വരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് 240 സെൻറ്റിമീറ്ററാണ് നോർമൽ ലെവലിൽ നമുക്കൊരു ബാത്റൂം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 240 × 1.5 എന്ന് ഉദ്ദേശിക്കും. അതായത് 150 സെൻറ്റിമീറ്റർ വീതി കൂടി വരാവുന്ന രീതിയിലാണെങ്കിൽ നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് ഫീൽ ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ബാത്റൂം എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine.